നമസ്കാരം. PSC പ്ലസ് പോയിന്റിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് LP UP പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന ഭാഗത്തെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ എന്ന ടോപ്പിക്കാണ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് വ്യവഹാരവാദത്തെക്കുറിച്ചും ജ്ഞാനനിർമ്മിതിവാദത്തെക്കുറിച്ചും സാമൂഹിക നിർമ്മിതിവാദത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ടോപ്പിക്ക് തന്നെ നമുക്കിന്ന് നോക്കാം, വ്യവഹാര മനഃശാസ്ത്രം. മുൻ വർഷങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വ്യവഹാര മനഃശാസ്ത്രം അഥവാ ബിഹേവിയറിസം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം എന്താണ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാര മനഃശാസ്ത്രം? അപ്പോൾ പൊതുവെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് ഈ ബിഹേവിയറിസം എന്ന് കേട്ടിട്ട് അതിൻ്റെ വ്യവഹാര മനഃശാസ്ത്രം എന്ന മലയാളം ടേം സുപരിചിതമായിരിക്കില്ല. അപ്പോൾ ആ ഒരു ടേം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. വ്യവഹാര മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസം. ഓക്കെ, വ്യവഹാരം എന്ന് പറഞ്ഞാൽ അവിടെ ബിഹേവിയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമീപനമാണ് അതിലെ ആദ്യത്തേത് വ്യവഹാര മനഃശാസ്ത്രം. അപ്പോൾ എന്താണ് വ്യവഹാര മനഃശാസ്ത്രത്തിനകത്ത് പറയുന്നത്? ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും അവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ടാവും, ഒരു ചോദകമുണ്ടാകും അല്ലേ? അതായത് ഒരു കാരണമുണ്ടാവും. ആ ചോദകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസ്പോൺസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുന്നത്. അത് ഏത് ജീവിയിലും ആയിരിക്കട്ടെ, നമ്മളിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചോദകത്തിൻ്റെ ഫലമായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പഠന സമീപനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിലുണ്ടാകുന്ന, അതായത് ഏതൊരു ജീവിയിലായാലും ഉണ്ടാകുന്ന പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് ചില ചോദക പ്രതികരണങ്ങൾ ഉളവാക്കുന്നതാണ്, അല്ലെങ്കിൽ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കാണിക്കുന്നതാണ് എന്നതാണ് വ്യവഹാരവാദത്തിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പ്രത്യേക ചോദകം പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അതേ പ്രതികരണവും ഉണ്ടാകുന്നു. മനുഷ്യനടക്കമുള്ള ജീവികളിൽ പഠനം നടക്കുന്നത് എങ്ങനെയെന്ന അന്വേഷണത്തിൽ 1960 കാലഘട്ടം വരെ മേധാവിത്വം പുലർത്തിയ മനഃശാസ്ത്ര സമീപനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ് എന്നതാണ് പറയുന്നത്. പാവലോവ്, വാട്സൺ, തോണ്ടൈക്ക്, സ്കിന്നർ. ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ബിഹേവിയറിസത്തിൽ ഉൾപ്പെടാത്തത് ആര് എന്ന് ചോദിക്കാം. അപ്പോൾ പിയാഷെ എന്ന് തന്നാൽ പിയാഷെ ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പേരുകൾ കൃത്യമായി പഠിക്കുക. പാവലോവ്, വാട്സൺ, തോണ്ടൈക്ക്, സ്കിന്നർ. ഈ 4 പേരും ഏതുമായി ബന്ധപ്പെട്ടതാണ്? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിൻ്റെ തിയറി എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ബിഹേവിയറിസത്തെക്കുറിച്ചിട്ടുള്ള ഒരു അനുബന്ധന സിദ്ധാന്തം. അനുബന്ധനം എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ്. അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്നും പറയും. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും പറയും. അപ്പോൾ ആ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രമാണ് ഇവിടെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടീഷൻ റിഫ്ലെക്സസ്, അതുപോലെ സൈക്കോപാത്തോളജി ആൻഡ് സൈക്യാട്രി. ഈ ഒരു 2 പുസ്തകവും മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പാവ്ലോവ് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പരീക്ഷണം നോട്ട് ചെയ്ത് വെക്കുക. സ്ഫടിക കൂട്ടിലടച്ച വിശന്ന നായയ്ക്ക് ഇറച്ചിപ്പൊടി നൽകുന്നതോടൊപ്പം മണിയൊച്ചയും കേൾപ്പിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണം. അതാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഏത് ജീവിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്? നായയിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സിദ്ധാന്തമാണ് അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത്. തിയറി ഓഫ് കണ്ടീഷനിങ് അല്ലെങ്കിൽ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്നും പറയും. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ഈ അനുബന്ധന സിദ്ധാന്തത്തിനകത്ത് പറയുന്നത്? അതായത് ഒരു വ്യക്തിക്ക് നമുക്കറിയാം ഏതൊരു കാര്യവും നമ്മൾ അനുബന്ധിപ്പിച്ചാണ് കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റവും അതിനു മുന്നുള്ള മാറ്റവും വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ അനുബന്ധനത്തിൻ്റെ പുരോഗതി എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അനുബന്ധത്തിന് മുന്നേ ബിഫോർ കണ്ടീഷനിങ് ആണെന്നുണ്ടെങ്കിൽ
ഇവിടെ രണ്ട് ഇറച്ചിപ്പൊടി എന്ന് പറയുന്ന ആ ഒരു നാച്ചുറൽ സ്റ്റിമുലസ്, നാച്ചുറലായിട്ട് അനുബന്ധനം ചെയ്യാത്ത ഒരു ചോദകം, അതായത് നമ്മളിവിടെ ഇറച്ചിപ്പൊടി കൊടുക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഒരു നായയിലുണ്ടാകുന്ന പ്രതികരണം എന്താണ്? അപ്പോൾ ആ ഇറച്ചിപ്പൊടിയാണ് അവിടെ നാച്ചുറലായിട്ടുള്ള സ്റ്റിമുലസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നായയിലുണ്ടാകുന്ന പ്രതികരണം നമുക്ക് പറയാം ഉമിനീർ സ്രവം ഉണ്ടാകുന്നു, അല്ലേ? ആ ഉമിനീർ സ്രവത്തെ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം അഥവാ അൺകണ്ടീഷൻ റെസ്പോൺസ് എന്നാണ് നമ്മളിവിടെ ആദ്യത്തെ ബിഫോർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സ്റ്റേജിനകത്ത് പറയുന്നത്. ഇനി ഇതിനോട് ബന്ധപ്പെടുത്തി എന്തുണ്ടാകുന്നു? നമ്മൾ മണിയൊച്ച, അതായത് സാധാരണ ഒരു ഫുഡ് കാണുന്ന സമയത്താണ് ജീവിയിൽ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സലൈവേഷൻ, ഉമിനീർ സ്രാവം ഉണ്ടായി. അപ്പോൾ ആ ഭക്ഷണം എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റിമുലസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധനം ചെയ്യാത്ത പ്രതികരണവും അവിടെ ഉണ്ടായി. അപ്പോൾ മണിയൊച്ചയ്ക്ക് ഇവിടെ അനുബന്ധനത്തിന് മുന്നേ, അതായത് ഇറച്ചിപ്പൊടിയും മണിയൊച്ചയും തമ്മിൽ അനുബന്ധനം ചെയ്യുന്നതിന് മുന്നേ മണിയൊച്ച എന്ന് പറയുന്നത് ഒരു എന്താണ്, ആ മണിയൊച്ച നടക്കുന്ന സമയത്ത് അവിടെ ഉമിനീർ സ്രാവം ഉണ്ടാവുന്നില്ല. ഇനി അനുബന്ധനം നടക്കുന്നോ? അതായത് അനുബന്ധനം നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബെല്ല് റിങ് ചെയ്തതിന് ശേഷം ഇറച്ചിപ്പൊടി കൊടുക്കുന്നു. അപ്പോൾ ആ നായയിൽ ഉളവാക്കുന്ന പ്രതികരണം എന്താണ് എന്നതാണ് അനുബന്ധനം നടക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ല് റിങ് ചെയ്യുമ്പോൾ ഇറച്ചിപ്പൊടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അനുബന്ധനം ചെയ്തു കഴിഞ്ഞാൽ, പിന്നീട് ആ ഒരു സന്ദർഭം വരുന്ന സമയത്ത്, അതായത് വീണ്ടും ബെല്ല് റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നായയിൽ എന്ത് സംഭവിക്കുന്നു? ഉമിനീർ സ്രാവം ഉണ്ടാകുന്നു. അപ്പം അനുബന്ധനം നടക്കുകയാണ്. അനുബന്ധനം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൃത്രിമമായിട്ടുള്ളൊരു സ്റ്റിമുലസ് അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്, അനുബന്ധനം ചെയ്യാത്ത സ്റ്റിമുലസ് ആണ് ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത്, ചോദകമാണ്. അതുമായി ബന്ധപ്പെടുത്തി ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊണ്ടുവരികയാണ്, ഒരു അനുബന്ധനം ചെയ്തുകൊണ്ടൊരു സ്റ്റിമുലസ്, ഒരു ചോദകം കൊണ്ടുവരികയാണ്, അതാണ് മണിയൊച്ച. അപ്പോൾ ഇത് തമ്മിൽ ബന്ധപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ എന്തുണ്ടായി? നായയിൽ ഉമിനീർ സ്രാവം ഉണ്ടായി ഡ്യൂറിങ് കണ്ടീഷനിങ്. ഇനി അനുബന്ധനത്തിന് ശേഷം ആഫ്റ്റർ കണ്ടീഷനിങ് എന്താ സംഭവിച്ചത്? ഇറച്ചിപ്പൊടി കൊടുക്കുന്നില്ല, പകരം മണിയൊച്ച ഉണ്ടാകുന്ന സമയത്ത് തന്നെ, അതായത് കണ്ടീഷൻ സ്റ്റിമുലസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ ഒരു അനുബന്ധിത പ്രതികരണം നടന്നു, ഉമിനീർ സ്രാവം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കണ്ടീഷനിങ് നടക്കുന്നതിന് മുന്നേ ഇറച്ചിപ്പൊടിയും അതുപോലെ മണിയൊച്ചയും തമ്മിൽ കണ്ടീഷനിങ് നടക്കുന്നതിന് മുന്നേ മണിയൊച്ച കാണുന്ന സമയത്ത് നായയിൽ പ്രതികരണം, ഒരു കണ്ടീഷൻ റെസ്പോൺസ് അവിടെ ഉണ്ടാവുന്നില്ല. സ്വാഭാവികമായിട്ട് നാച്ചുറൽ സ്റ്റിമുലസിനോട് മാത്രമാണ് നായ പ്രതികരിക്കുന്നത്. എന്നാൽ കണ്ടീഷനിങ് നടന്നു കഴിയുന്ന സമയത്ത് മണിയൊച്ചയും ഇറച്ചിപ്പൊടിയും തമ്മിലുള്ള ആ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കണ്ടീഷൻ റെസ്പോൺസ് നായയിൽ ഉളവാക്കുന്നു. ഓക്കെ, ഒരു അനുബന്ധിത പ്രതികരണം നായയിൽ ഉളവാക്കുന്നു. അതാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ട് തന്നെ പാവ്ലോവിൻ്റെ അനുബന്ധന പ്രക്രിയയെ പൗരാണിക അനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള അനുബന്ധന രീതി ആരുടേതാണ്? പാവ്ലോവിൻ്റെയാണ്. ഓക്കെ, മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അനുബന്ധന രീതി ആരുടേതാണ്? പാവ്ലോവിൻ്റേതാണ്. അത് തിയറിയുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അപ്പോൾ ആദ്യത്തേതായതുകൊണ്ട് നമ്മളവിടെ ക്ലാസിക്കൽ എന്ന് പറയുന്ന ടേം കൂടി ചേർത്താണ് പറയുന്നത്. പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാവ്ലോവ് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ആശയങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങളാണ്, അതുകൂടി നോക്കാം. പാവ്ലോവ് തൻ്റെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ആദ്യത്തേത് വിലോപം അഥവാ എക്സ്റ്റിങ്ഷൻ എന്ന് പറയും. അതായത് മണിശബ്ദം, ഉമിനീർ സ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം, അതായത് കണ്ടീഷനിങ്ങിന് ശേഷമാണ് ഇവ തമ്മിലുള്ള ബന്ധം ഉറയ്ക്കുന്നത്. മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം അവതരിപ്പിച്ചാൽ ക്രമേണ ഉമിനീർ സ്രവണ പ്രതികരണം ഇല്ലാതായിത്തീരും. ഇതിനെയാണ് വിലോപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷനിങ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണിയൊച്ച വരുമ്പോൾ തന്നെ നായയിൽ എന്തുണ്ടാവുന്നു? ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മണിയൊച്ച മാത്രം ചെയ്തുകൊണ്ട് അവിടെ ഇറച്ചിപ്പൊടി കൊടുക്കാതിരുന്നാൽ
പിന്നീട് ആ ഉമിനീർ സ്രവത്തിൽ എന്തുണ്ടാവുന്നു? കുറവ് അനുഭവപ്പെടുന്നു. അപ്പോൾ അതാണ് വിലോപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സ്പോണ്ടേനിയസ് റിക്കവറി, അപ്പോൾ അതിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു പുനഃപ്രാപ്തി നേടുകയാണ് ചെയ്യുന്നത്. വിലോപം വഴി അപ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണം തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് പാവ്ലോവ് അഭിപ്രായപ്പെടുന്നു. അതായത് ഇങ്ങനെ ആ ഒരു മണിശബ്ദം മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാതെ വരുന്ന സമയത്ത് ആ സ്രവം കുറഞ്ഞു വരും. വീണ്ടും ആ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുനഃപ്രാപ്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് അദ്ദേഹം പറയുന്നത്? അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുക, അതുപോലെ വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രതികരണം വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 രീതി കൊണ്ടുവരാം. എന്താണ്? ഒന്നെന്ന് പറയുന്നത് വീണ്ടും ആ ഒരു അവസരം കൊടുക്കുക. അതായത് ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് മണിയൊച്ച കേട്ട് ഒരു കുറച്ച് സമയത്തിന് ശേഷം ഭക്ഷണം കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് മണിയൊച്ച കേൾക്കുമ്പോൾ വീണ്ടും ആ നായയിൽ എന്തുണ്ടാവുന്നുണ്ട്? സലൈവേഷൻ ഉണ്ടാവും. കാരണം ആ നായ അഡാപ്റ്റഡായി, അതായത് കുറച്ച് സമയത്തിന് ശേഷം എന്തായാലും ഭക്ഷണം കിട്ടുമെന്ന അഡാപ്റ്റഡായി. അതുകൊണ്ട് ആ ഒരു ഉമിനീർ സ്രവം വീണ്ടും അവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. ഇനി വിളംബിത അനുബന്ധിത പ്രതികരണം, ഡിലൈഡ് കണ്ടീഷനിങ് റെസ്പോൺസ്. പാവ്ലോവ് നടത്തിയിട്ടുള്ള പരീക്ഷണത്തിൽ മണിനാദത്തോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയവ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം കുറയുന്നതായിട്ട് പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. ചോദകങ്ങൾക്കിടയിലുണ്ടായ സമയവ്യത്യാസവുമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിനുള്ള കാരണം. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെയാണ്. വിലോപം എന്ന് പറയുമ്പോൾ ആ ഒരു ഡിലേ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? നായയിലുണ്ടാകുന്ന സലൈവേഷൻ്റെ അളവ് കുറഞ്ഞു. പിന്നീട് അത് വീണ്ടും പുനഃപ്രാപ്തി സംഭവിച്ചു. ഇങ്ങനെ പുനഃപ്രാപ്തി സംഭവിക്കുമ്പോൾ ആ നായ അത് അഡാപ്റ്റഡായി. അപ്പോൾ ആ ഒരു ഇടവേള ഉണ്ടാകും എന്നുള്ളത് ആ നായയിൽ ഒരു ആ ഒരു പ്രതിഭാസം ആ നായ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു പ്രതിഭാസത്തെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്. ഇനി സ്റ്റിമുലസ് ജനറലൈസേഷൻ അല്ലെങ്കിൽ ചോദക സാമാന്യവൽക്കരണം. അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായിട്ടുള്ള ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകുവാനുള്ള പ്രവണതയാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് നമുക്കുണ്ടായ ഒരു ചോദകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തുണ്ടാകുന്നു? അതിനോട് പ്രതികരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ തീയിൽ തൊടുന്ന സമയത്ത് അത് പൊള്ളുന്നു അല്ലേ? നമ്മുടെ കൈ പൊള്ളുന്നു, അപ്പോൾ പെട്ടെന്ന് വലിക്കുന്നു. അപ്പോൾ അതേപോലത്തെ സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാകുന്ന സമയത്ത് സെയിം റെസ്പോൺസ് എന്തുണ്ടാകുന്നുണ്ട്? അവിടെ ഉണ്ടാകുന്നു. അതാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായിട്ടുള്ള മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായാലും ഉമിനീർ സ്രവണം എന്ന പ്രതികരണം തന്നെ ഉണ്ടാകും. എന്നാൽ വ്യത്യാസങ്ങൾ വർദ്ധിക്കും തോറും പ്രതികരണം ദുർബലമായി തീരുകയും ചെയ്യും. ഇനി അടുത്തത് ചോദക വിവേചനം അഥവാ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള 2 മണിനാദങ്ങളിൽ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായിട്ട് പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയ്ക്കാണ് ചോദക വിവേചനം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തോടൊപ്പം തന്നെ വീണ്ടും എന്ത് സംഭവിക്കുകയാണ്? അതായത് ആ ഭക്ഷണം കിട്ടാൻ കാരണമായ മണിയൊച്ചയും അതുപോലെ തന്നെ വേറൊരു ശബ്ദവും നായയ്ക്ക് വേർതിരിച്ചറിയാൻ, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ സാധിച്ചുവെങ്കിൽ പിന്നീട് ആ മണിയൊച്ച, ഭക്ഷണം കിട്ടാൻ കാരണമായിട്ടുള്ള ആ മണിയൊച്ചയോട് മാത്രമായിരിക്കും നായ പ്രതികരിക്കുക. ആ ഒരു വേർതിരിവ് നായയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ? അതാണ് ചോദക വിവേചനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്ര കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഒന്ന് വിലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കൊടുക്കാതെ മണിശബ്ദം മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ക്രമേണ ഉമിനീർ സ്രവം കുറയ്ക്കുന്നു. പുനഃപ്രാപ്തി പറഞ്ഞാൽ വീണ്ടും ആ ഉമിനീർ സ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നു. പിന്നെ വിളംബിത അനുബന്ധിത പ്രതികരണം, ആ ഒരു പുനഃപ്രാപ്തിയോട് നായ അഡാപ്റ്റഡ് ആകുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്?
ചോദക സാമാന്യവൽക്കരണം, അതായത് നമ്മൾ ചോദകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ഏതെങ്കിലും ചോദകം ഉണ്ടായാലും അതേ റെസ്പോൺസ് തന്നെ നായയിലുണ്ടാക്കുന്നു. അതുപോലെ ചോദക വിവേചനം, ചോദകത്തെ വിവേചിച്ചറിയുവാനുള്ള ആ ഒരു കഴിവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന് പറയുന്നത്. ഇനി വാട്സൺ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട JB വാട്സൺ, ബിഹേവിയറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് JB വാട്സൺ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പാവ്ലോവിൻ്റെ തിയറിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം പ്രീ പ്രൈമറി ടീച്ചർ 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു പ്രചോദന പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏതു ശാസ്ത്രത്തിൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തത്? നോക്കുക, ഒന്നുകൂടെ പറയാം. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു പ്രചോദക പ്രതികരണ പ്രക്രിയ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദക പ്രതികരണ പ്രക്രിയ ആണെന്ന് പ്രസ്താവിക്കുന്ന സമയത്ത് ഏത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് പാവ്ലോവ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്, സൈക്കോളജിസ്റ്റിൻ്റെ പേരാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ഈ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഒരു വശത്ത് ഒരു കാർഡ്, ഒരു പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണ് ഇത്. ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ളൊരു ചോദ്യമാണ് അല്ലേ? അതായത് ഒരു ഭാഗത്ത്, ഒരു കാർഡിൻ്റെ ഒരു ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? മാമ്പഴത്തിൻ്റെ ചിത്രം, മറുഭാഗത്താണെങ്കിൽ ആ മാംഗോ എന്ന് പറയുന്ന പേര്. ഇങ്ങനെ എഴുതിയിട്ട് ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു പഠനോപകരണം ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ മാംഗോ, അതുപോലെ എഴുത്തും ആ ഒരു ടേമും അതുപോലെ തന്നെ ചിത്രവും തമ്മിൽ എന്ത് ചെയ്യണം? അനുബന്ധനം ചെയ്യണം അല്ലേ? അപ്പോൾ കണ്ടീഷനിങ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദർഭമാണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് വാട്സൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. ജോൺ B. വാട്സൺ, ജോൺ ബ്രോഡസ് വാട്സൺ ആണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി, ചിക്കാഗോ യൂണിവേഴ്സിറ്റി, ഫർമാൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് വ്യവഹാര മനഃശാസ്ത്ര ശാഖയ്ക്ക് സൈദ്ധാന്തിക അടിത്തറ നൽകിയ സൈക്കോളജിസ്റ്റാണ്. വ്യവഹാര മനഃശാസ്ത്ര ശാഖയ്ക്ക് സൈദ്ധാന്തിക അടിത്തറ നൽകിയിട്ടുള്ള സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിഹേവിയറിസം, സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ബിഹേവിയറിസ്റ്റ്, ബിഹേവിയർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് സൈക്കോളജി. ഇനി അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് സ്വന്തം കുഞ്ഞ് ആൽബർട്ട് ഒരു വെളുത്ത എലിയെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഭീതിജനകമായിട്ടുള്ള ശബ്ദം കേൾപ്പിച്ച് നടത്തിയിട്ടുള്ള പരീക്ഷണമാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ ചുവന്ന ബൾബ് കത്തിയ ഉടനെ ആടിൻ്റെ കാലിൽ ഷോക്ക് നൽകിക്കൊണ്ടുള്ള പരീക്ഷണം. ഈ 2 പരീക്ഷണങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്വന്തം കുഞ്ഞ് ആൽബർട്ട് ഒരു വെളുത്ത എലിയെ തൊടാൻ ശ്രമിക്കുന്ന സമയത്ത് ഭീതിജനകമായിട്ടുള്ള ശബ്ദം കേൾപ്പിച്ച് നടത്തിയ പരീക്ഷണം, ചുവന്ന ബൾബ് കത്തിയ ഉടനെ ആടിൻ്റെ കാലിൽ ഷോക്ക് നൽകിക്കൊണ്ടുള്ള പരീക്ഷണം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? പരിസരം, എൻവയോൺമെൻറ്റ് ശിശുവികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. എൻവയോൺമെൻറ്റിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ശിശുവിൻ്റെ വികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പരിസരമാണ് അല്ലേ? അതുവരെ ഭയം തോന്നിയിട്ടില്ലാത്ത എലിക്കുഞ്ഞിനോട് കുട്ടിക്ക് ഭയം ജനിപ്പിക്കുന്നത് ഭീതിതമായിട്ടുള്ള ശബ്ദം സൃഷ്ടിച്ച സാഹചര്യമാണ്. ആ എലിയിലുണ്ടാക്കിയ ശബ്ദം, അതാണ് അവിടെ ഭീതി ഉണ്ടാക്കാനായിട്ട് കാരണമായത്. ചോദക പ്രതികരണങ്ങളുടെ ആവർത്തനം പഠനത്തെ ശക്തമാക്കുന്നു. ചോദകങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് ഏതുതരം പ്രതികരണങ്ങളും രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാലവിളംബം അനുബന്ധനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാട്സൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? പരിസരമാണ്, എൻവയോൺമെൻറ്റാണ് ഒരു ശിശു വികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ആ ഒരു ബന്ധം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ പഠനം കൂടുതൽ ശക്തമാകുന്നുണ്ട്. അതുപോലെ
ചോദക പ്രതികരണങ്ങളുടെ അല്ലെങ്കിൽ ചോദകങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് ഏതുതരം പ്രതികരണങ്ങളും രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാലവിളംബം അനുബന്ധനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ടേംസും ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രസക്തി എന്താണെന്നതാണ് അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായിട്ടുള്ള ചോദകങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത അത് ഈ ഒരു സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങൾ ഒഴിവാക്കാനും അനുബന്ധന പ്രക്രിയ പ്രയോജനപ്പെടുത്താം. ഇനി നോക്കാം, കുട്ടികളിൽ കാണുന്ന അനാവശ്യ ഭീതി അനുബന്ധന ഫലമാണ്. ചില വസ്തുക്കളെ ഭീതിജനകമായിട്ടുള്ള അനുഭവങ്ങളുമായി അനുബന്ധിപ്പിക്കുന്നു. ഒരു പ്രത്യേക അധ്യാപകനെ കുട്ടി ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടാവും. പ്രസക്തമായ ചോദ്യത്തെ കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ വിലോപം എന്ന പ്രക്രിയയിലൂടെ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു കുട്ടിയെ അധ്യാപകൻ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഭയം അധ്യാപകനുമായിട്ട് അനുബന്ധിതമായി തീരുന്നു. ഇത് ആ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്കും വ്യാപിക്കുന്നു. തുടർന്ന് ചോദക സാമാന്യവൽക്കരണത്തിലൂടെ കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റു അധ്യാപകരെയും ഭയപ്പെടുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ വിലോപം, അതുപോലെ തന്നെ സ്റ്റിമുലസ് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം, ഇതിന് രണ്ടിനുള്ള എക്സാമ്പിൾസ് വളരെ വൃത്തിയായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ജനറലൈസേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതായത് നമുക്കറിയാം ക്ലാസ്സിൽ നമ്മളെ വഴക്ക് പറയുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന, ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയാതിരിക്കുന്ന സമയത്ത് ശിക്ഷിക്കുന്ന അധ്യാപകനെ നമ്മൾ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പേടി ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്കും വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അനുബന്ധനത്തിൻ്റെ ചോദകം വ്യത്യാസപ്പെടുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഭയം എന്ന് പറയുന്ന അത് ആ ഒരു അധ്യാപകനോടുള്ള ഭയം ആ ഒരു വിഷയത്തിലേക്കും കടന്നു ചെല്ലുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ ചിത്രപഥ കാർഡുകൾ സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്ന രീതിയിൽ അനുബന്ധനത്തിൻ്റെ സങ്കേതമാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാംഗോ എന്നും മറുവശത്ത് അതിൻ്റെ ചിത്രവും കൊടുത്തിട്ട് ആ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നുവെങ്കിൽ അത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അനുബന്ധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി രണ്ട് പ്രക്രിയകൾ ഒന്നിച്ച് സംഭവിക്കുമ്പോൾ അവ തമ്മിൽ ബന്ധിതമായി തീരുന്നു. പഠനത്തിലെ ഋജുരീതി, ഡയറക്റ്റ് മെത്തേഡ് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലാണ്. എണ്ണം പഠിക്കൽ, ഭാഷയിലെ പുതിയ പദങ്ങൾ സ്വായത്തമാക്കൽ, ആജ്ഞകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമുള്ള പഠനം എന്നിവ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടാം. അതുപോലെ കുട്ടിയുടെ ശ്രദ്ധയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത പരിസ്ഥിതികളും അനുബന്ധന വിധേയമാകും. അതുകൊണ്ട് സമാധാന അന്തരീക്ഷം നിറഞ്ഞ സ്ഥലത്ത് ക്ലാസ്സുകളും സ്കൂളുകളും സ്ഥാപിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തോണ്ടൈക്കിൻ്റെ പഠന നിയമമാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് പാവ്ലോവിൻ്റെ തിയറിയാണ്. അതിനുശേഷം വാട്സൺ പറഞ്ഞു എൻവയോൺമെൻറ്റിനും വളരെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റിനും ശിശുവികാസത്തിൽ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇനി അടുത്തത് തോണ്ടൈക്കാണ്. പഠന നിയമങ്ങൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആദ്യം നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെയാണ്? ആനിമൽ ഇൻ്റലിജൻസും ദ സൈക്കോളജി ഓഫ് അരിത്തമെറ്റിക്, ഹ്യൂമൻ ലേണിംഗ്, ഇതാണ് പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി അതാണ് ട്രയൽ ആൻഡ് എറർ തിയറി, ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുക, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളത്തിൽ പറയാം പൗരാണിക സിദ്ധാന്തം, പൗരാണിക അനുബന്ധന സിദ്ധാന്തം, അത് പാവ്ലോവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രയൽ ആൻഡ് എറർ ആ ഒരു ടേമിനെ ഒന്ന് നോക്കുക, ശ്രമവും അതുപോലെ പരാജയം അല്ലേ. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ വാക്താവാരാണ്? തോണ്ടൈക്കാണ്. അപ്പോൾ അദ്ദേഹം പരീക്ഷണം നടത്തിയത് പൂച്ചയിലാണ്. അതായത് ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അറിയപ്പെടുന്നത്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്നാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു പൂച്ചയെ എന്ത് ചെയ്യുന്നു, ഒരു പേടകത്തിനകത്ത് അടച്ചിടുന്നു. എന്നിട്ട് ആ പൂച്ചയിൽ പ്രതികരണം ഉളവാക്കുന്നതിന് വേണ്ടി പുറത്ത് ഭക്ഷണം നൽകുന്നു. അതാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഭക്ഷണത്തിനോടുള്ള ആർത്തി കൊണ്ട് പൂച്ചയിൽ എന്ത് ചെയ്യുന്നു, ഒരേ പ്രവൃത്തി ഇങ്ങനെ ആവർത്തിച്ച് ആ കൂടിന് പുറത്ത് കടക്കുവാനും അങ്ങനെ ആ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ ആ പൂച്ച തയ്യാറാവുകയാണ്. പിന്നെ വീണ്ടും ആ ഒരു പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ പൂച്ച ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൂച്ചയ്ക്ക് വേഗം അതായത് ഭക്ഷണം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിനകത്ത് പറയുന്നത്.
ഇനി നോക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ തോണ്ടൈക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ വിലോപം, അതുപോലെ സ്റ്റിമുലസ് ജനറലൈസേഷൻ, അതായത് ചോദക സാമാന്യവൽക്കരണം, അതുപോലെ ഡിലൈഡ് റെസ്പോൺസ് അല്ലേ, വിളംബിത അനുബന്ധിത പ്രതികരണം, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അനുബന്ധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഒരു ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തോണ്ടൈക്കിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ് പറയുന്നത്. ലോ ഓഫ് റെഡിനെസ്സും, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റും. ഓക്കെ, സന്നദ്ധതാ നിയമം, അതുപോലെ തന്നെ ആവർത്തന നിയമം അഥവാ അഭ്യാസ നിയമം, ഫല നിയമം അഥവാ പരിണാമ നിയമം. അപ്പോൾ നോക്കാം, 3 നിയമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പഠന നിയമത്രയം എന്നാണ് ഈ 3 നിയമങ്ങൾ അറിയപ്പെടുന്നത്. ട്രൈലോളജി ഓഫ് ലേണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ലോ ഓഫ് റെഡിനെസ് അഥവാ സന്നദ്ധതാ നിയമം. റെഡിനെസ് എന്ന് പറഞ്ഞ വാക്കിന് തന്നെ നമുക്കറിയാം, ഒരു സന്നദ്ധത ഉണ്ടാവണം, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് ആ ഉള്ളിൽ നിന്നുള്ള ഒരു റെഡിനെസ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ പ്രവൃത്തിയിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ സന്നദ്ധതാ നിയമത്തിനകത്തും പറയുന്നത്. ഒരു സന്നദ്ധത ഇല്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും എന്ത് കിട്ടില്ല? സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മൾ കൂടുതൽ ഡിസ്ട്രാക്ഷൻ അവിടെ ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സന്നദ്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് ലോ ഓഫ് റെഡിനെസ്സിനകത്ത് പറയുന്നത്. ലോ ഓഫ് എക്സസൈസ്, അഭ്യാസ നിയമം അഥവാ ആവർത്തന നിയമം. ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകുന്നു അല്ലേ. അതായത് നമുക്ക് ആ ഒരു സന്ദർഭമുണ്ടായി, അതിൻ്റെ പ്രതികരണം വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് വരുന്ന സമയത്ത് ആ ഒരു പഠനം നമുക്ക് അഡാപ്റ്റഡ് ആയിട്ട് വരികയാണ് അല്ലേ. കൂടുതൽ നമ്മളവിടെ ദൃഢമായിട്ട് വരുന്നു. അപ്പോൾ എന്താണ്, അഭ്യാസം കൊണ്ട്, എക്സസൈസ് മീൻസ് അവിടെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കാം? നൈപുണികൾ വികസിക്കാനും അഭ്യസിക്കാതിരുന്നാൽ അത് ക്ഷയിക്കാനും കാരണമാകും. ഇനി ഫല നിയമം അഥവാ പരിണാമ നിയമം, ലോ ഓഫ് എഫക്റ്റ്. ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു അല്ലേ. നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതെങ്കിൽ വീണ്ടും നമുക്കവിടെ ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു റെഡിനെസ് ഉണ്ടാകുന്നു. അപ്പോൾ SR ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതും കുറയുന്നതും അവയുടെ അനന്തരഫലങ്ങളെ ആശ്രയിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ ലോ ഓഫ് എഫക്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം സന്നദ്ധതാ നിയമം, നമുക്കൊരു റെഡിനെസ് ഉണ്ടാവണം. അതുപോലെ ലോ ഓഫ് എക്സസൈസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻസ് കൂടുതലും ദൃഢമാകുന്നത്. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിമുലസ് റെസ്പോൺസിൽ നിന്നുള്ള ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ആ ഒരു ഫലം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയാലാണ് നമുക്ക് വീണ്ടും ആ ഒരു പ്രവൃത്തി ചെയ്യാനും ആ ഒരു ഇത് ദൃഢമാവാനും കാരണമാവുകയുള്ളൂ. ഓക്കെ, ഇനി ഫല നിയമത്തെയും തോണ്ടൈക്കിൻ്റെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി ഈ തോണ്ടൈക്കിൻ്റെ പ്രാഥമിക നിയമത്തിൽ ക്ലാസ് റൂം പ്രസക്തി, ഇവിടെ ഈ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതാണ് നമ്മൾ 2020കളിലാണെന്ന് തോന്നുന്നു LP അസിസ്റ്റൻ്റ് പരീക്ഷകളിൽ ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പഠന പ്രവർത്തനത്തിന് കുട്ടികളെ സജ്ജരാക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സന്ദർഭോചിത ആഖ്യാനങ്ങൾ, കേസുകൾ, മുന്നറിവ് ചോദ്യങ്ങൾ, അനൗപചാരിക സംഭാഷണങ്ങൾ തുടങ്ങിയവ സജ്ജീകരണ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു സന്നദ്ധത ഉണ്ടാക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക്, അതായത് ആ കുട്ടിയിലുണ്ടാക്കുന്ന ആ കുട്ടിയിലുണ്ടാകുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, കാഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങാം. അതുപോലെ തന്നെ ആ ഒരു സന്ദർഭത്തിനനുസരിച്ചുള്ള ആഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട്, കേസുകൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമലായിട്ടുള്ള കോൺവെർസേഷൻ, കുട്ടികളുമായിട്ടുള്ളൊരു ഇൻഫോർമലായിട്ടുള്ള കോൺവെർസേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. പഠന ആശയങ്ങൾ ഉറപ്പിക്കുന്നതിന് വ്യത്യസ്ത രീതികളിലുള്ള പഠന അനുഭവങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കാം. പഠന പ്രവർത്തനവും അതിൻ്റെ ഫലവും ആഹ്ലാദകരമായിരുന്നാൽ പഠനാശയം ഉറയ്ക്കുക മാത്രമല്ല തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ഉറപ്പിക്കാനും ആകും.
ഒരു പഠന പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വന്തമായിട്ടുള്ള നിരവധി മാർഗ്ഗങ്ങൾ പരിശോധിച്ച് നോക്കൽ, അതായത് ട്രയൽ ആൻഡ് എറർ. കുട്ടികൾക്ക് അവസരം നൽകണം. അങ്ങനെ ട്രയൽ ആൻഡ് എറർ സംഭവിക്കുമ്പോഴാണ് വീണ്ടും ട്രയൽ ആൻഡ് എറർ സംഭവിക്കുമ്പോഴാണ് ആ ഒരു പഠനം കൂടുതൽ ദൃഢമാകുന്നത്. സമ്മാനങ്ങളും പ്രശംസയും പ്രതികരണത്തെ പഠനത്തെ പ്രബലപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഇനി സ്കിന്നർ, BF സ്കിന്നർ, അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോട്ട് ചെയ്ത് വെക്കുക. വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറികൾ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു തിയറിയുടെ പേര് ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പോൾ ഇവിടെ കണ്ടീഷനിങ് എന്ന ടേം വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. അത് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണിക അനുബന്ധന സിദ്ധാന്തം പാവ്ലോവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓപ്പറന്റ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തമാണ്. ഓപ്പറന്റ് അനുബന്ധന സിദ്ധാന്തം. അപ്പോൾ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ BF സ്കിന്നറാണ്. SR ബന്ധത്തിന് പകരം ഇവിടെ ആ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് RS ബന്ധത്തിലും പ്രബലനത്തിനുമാണ് ഊന്നൽ കൊടുക്കുന്നത്. ഓക്കെ, റെസ്പോൺസ് ടു സ്റ്റിമുലസ്, അതാണ് അവിടെ പറയുന്നത് അല്ലേ. പ്രതികരണവും സ്റ്റിമുലസും തമ്മിലാണ്. മറ്റേത് നമ്മൾ സ്റ്റിമുലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പ്രതികരണവും സ്റ്റിമുലസും, റെസ്പോൺസ് ടു സ്റ്റിമുലസ് ആണ് ഇവിടെ ഒരു ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ അത് മാത്രമല്ല റീഎൻഫോഴ്സ്മെൻറ്റിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രബലനം, ആ ഒരു ടേം നോട്ട് ചെയ്ത് വെക്കുക. പ്രബലനം, റീഇൻഫോഴ്സ്മെൻറ്റ്, മോട്ടിവേഷൻ കൊടുക്കുക, അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ പ്രതികരണം, ചോദകം, പ്രബലനം എന്ന ക്രമത്തിലാണ് പഠന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ 3 കാര്യത്തിനാണ് ഓപ്പറന്റ് കണ്ടീഷൻ, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിനകത്ത് പറയുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റിമുലസ്, റെസ്പോൺസ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ പ്രബലനം. ഇത് 3നും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിശക്കുന്ന എലി, പ്രാവ് തുടങ്ങിയവയെ കൂട്ടിലിട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇനി എന്താണ് പ്രബലനം എന്നതുകൊണ്ട് സ്കിന്നർ അർത്ഥമാക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. അഭിലഷണീയമായിട്ടുള്ള പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന പ്രക്രിയ. അഭിലഷണീയമായിട്ടുള്ള പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന പ്രക്രിയയാണ് പ്രബലനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ റെസ്പോൺസ് ടു സ്റ്റിമുലസ് ബന്ധമാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. നമ്മളൊരു പ്രതികരണം, നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രതികരണം, ആ പ്രതികരണത്തിന് അനുബന്ധമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഉടൻ തന്നെ ഒരു ചോദകം നൽകുന്ന ആ ഒരു ആ ഒരു കണ്ടീഷനിങ്, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രക്രിയ, അതിനെയാണ് പ്രബലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? സ്റ്റിമുലസ്, ഫസ്റ്റ് വൺ റെസ്പോൺസ്, പിന്നെ സ്റ്റിമുലസ് ആൻഡ് പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് R ടൈപ്പ് കണ്ടീഷനിങ് എന്നും അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളിവിടെ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടതും, ആദ്യത്തേത് ക്ലാസിക്കൽ കണ്ടീഷനകത്ത് നമ്മൾ സ്റ്റിമുലസ് ടു റെസ്പോൺസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ആദ്യം സ്റ്റിമുലസ് വരുന്നത് കൊണ്ട് തന്നെ അത് S ടൈപ്പാണ്, S ടൈപ്പ് കണ്ടീഷനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ R ടൈപ്പ് കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. പ്രതികരണവുമാണ് ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പ്രതികരണത്തിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. R ടൈപ്പ് കണ്ടീഷനിങ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്രബലനം അതിനുശേഷം വരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പ്രബലനമാണ് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം, പ്രബലനം 2 രീതിയിലാണ്, ധനപ്രബലനവും ഋണപ്രബലനവും, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും. അതിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണല്ലോ, അപ്പോൾ ധനം, പ്രബലനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണെന്ന് പറയാം. ആശാസ്യമായിട്ടുള്ള പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തികരമായിട്ടുള്ള ചോദകം നൽകുന്ന പ്രക്രിയ അല്ലേ. അതായത് നമുക്ക് ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു പ്രതികരണത്തോട് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റിമുലസ്, ഒരു സംതൃപ്തിജനകമായിട്ടുള്ളൊരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു, അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇവിടെ പ്രയോജനകരമായിട്ടുള്ള ചോദകത്തെ ധനപ്രബലകാരി അപ്പോൾ അതിന് കാരണമായിട്ടുള്ള, അതായത് ആ ഒരു സ്റ്റിമുലസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ആ ഒരു റീസൺ, അതാണ് നമ്മൾ ധനപ്രബലനകാരി അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സർ എന്ന് വിളിക്കുന്നത്. മികച്ച ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ഫാക്ടറിയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നു. അപ്പോൾ ആ ഒരു ഉൽപാദനക്ഷമത എന്ന് പറയുന്നതാണ്
റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ ആനുകൂല്യങ്ങൾ. നമുക്കറിയാം ഫസ്റ്റ് സാലറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, ആ ഉൽപ്പാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ സാലറി കൂട്ടിക്കൊടുക്കുക. അപ്പോൾ അത് അത്ര ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലാസ്സിൽ നിൽക്കുന്ന പ്രശംസകളും അംഗീകാരവും പഠനത്തിന് നൽകുന്ന ധനപ്രബലനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായി പഠിച്ച കുട്ടികളെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുക. അതായത് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ധനപ്രബലനമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നെഗറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഋണപ്രബലനം, ആശ്വാസമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്ന സമയത്ത് അസുഖകരമായിട്ടുള്ള, അതായത് അതിന് യോജിക്കാത്ത ഒരു ചോദകം ഉണ്ടാകുന്നു. ഇവിടെ പ്രചോദനപ്പെടുത്തുന്ന അസുഖകരമായിട്ടുള്ള ചോദകമാണ് ഋണപ്രബലനകാരി, നെഗറ്റീവ് റീൻഫോഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ പാഠഭാഗം നോട്ട് ബുക്കിൽ പകർത്തി എഴുതി കൊണ്ടുവരുന്ന അസൈൻമെൻറ്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. ഓക്കെ, നോക്കൂ, അതായത് നല്ല സ്കോർ കിട്ടുന്ന കുട്ടികളെ എന്ത് ചെയ്യുന്നു, പാഠഭാഗം നോട്ട് ബുക്കിൽ പകർത്തി എഴുതി കൊണ്ടുവരുന്ന അസൈൻമെൻറ്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികളെ അവിടെ മാറ്റി നിർത്തുകയാണ്. അത് ഒരു നെഗറ്റീവ് ഇൻഫോഴ്സറാണ് എന്ന് നമുക്ക് പറയാം, നെഗറ്റീവ് ഇൻഫോഴ്സ്മെൻ്റ് ആണെന്ന് പറയാം. ഇനി എന്താണ് സമ്മാനവും ധനപ്രബലനവും തമ്മിലുള്ള ബന്ധം? അതായത് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവിടെ പഠനം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സമ്മാനം കൊടുക്കും കുട്ടികൾക്ക് അല്ലേ. കുട്ടികളിൽ നല്ലൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കും. അത് നമുക്ക് എന്ത് വിളിക്കാം, സ്കിന്നറുടെ ധനപ്രബലനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതായത് പോസിറ്റീവായിട്ടുള്ള റീൻഫോഴ്സ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. ഇനി ശിക്ഷ കൊടുക്കുന്ന സമയത്ത് അല്ലേ, ഋണപ്രബലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ അതവിടെ ആ ഒരു അസ്വാസ്ഥ്യജനകമായിട്ടുള്ള ഒരു അനുഭവം പിൻവലിക്കപ്പെടുമ്പോൾ ശിക്ഷയിൽ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവം നൽകുകയാണ് അവിടെ ചെയ്യുന്നത്. നെഗറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് അവിടെ അഭിലഷണീയമായിട്ടുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടിയിൽ ഉണ്ടാക്കുന്നു. ഋണപ്രബലനത്തിൽ അസ്വാസ്ഥ്യജനകമായിട്ടുള്ള അനുഭവങ്ങളെ ഇല്ലാതാക്കി അഭിലഷണീയമായിട്ടുള്ള വ്യവഹാരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പഠനപ്രക്രിയയിൽ സ്കിന്നറുടെ ആശയങ്ങളുടെ പ്രസക്തി നോക്കാം. പഠനപ്രക്രിയയും പഠനാന്തരീക്ഷവും പഠിതാവിന് നല്ല സംതൃപ്തി നൽകുന്ന രീതിയിൽ ക്രമീകരിക്കണം. നന്നായി ചെയ്യുന്ന പ്രവൃത്തികളെ ഉടൻ തന്നെ പ്രശംസിക്കണം. സമ്മാനങ്ങൾക്ക് ശിക്ഷയേക്കാൾ പ്രാധാന്യം നൽകണം. പ്രബലകങ്ങൾ ഇടയ്ക്കിടെ ഉപയോഗപ്പെടുത്തി അഭിലഷണീയ വ്യവഹാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് തടയണം. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 തിയറീസ് പഠിച്ചു. തോണ്ടയ്ക്ക് പ്രധാനപ്പെട്ട തിയറീസാണ് പറയുന്നത്. JB വാട്സൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. പാവ്ലോവിൻ്റെയും തോണ്ടയ്ക്കിൻ്റെയും അതുപോലെ തന്നെ സ്കിന്നറുടെയും ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ 3ഉം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. പാവ്ലോവ് ആണെങ്കിൽ നായയിലാണ്, BF സ്കിന്നർ ആണെങ്കിൽ എലിയിലാണ്, തോണ്ടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ പൂച്ചയിലാണ്. അപ്പോൾ ഓരോരുത്തരും നടത്തിയ പരീക്ഷണങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോന്നിനും പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും വേർതിരിച്ച് മനസ്സിലാക്കുക. അതാണ് ബിഹേവിയറിസത്തിനകത്ത് പറയുന്നത്. ഇനി ഈ ബിഹേവിയറിസത്തിലുള്ള കുറച്ച് ലിമിറ്റേഷൻസ് കാരണമാണ് പിന്നീട് ജ്ഞാനനിർമ്മിതീവാദമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ പരിമിതികളെന്ന്. ജന്തുക്കളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളെ അവലംബിച്ചാണ് വ്യവഹാരവാദത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം. അപ്പോൾ നേരത്തെ നോക്കിയ പരീക്ഷണങ്ങളൊക്കെ നോക്കിയാൽ അതെല്ലാം ജന്തുക്കളിലാണ് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അപ്പോൾ ജന്തു സഹജമായിട്ടുള്ള ചോദക പ്രതികരണങ്ങളും മനുഷ്യരിലെ ഉയർന്ന മാനസിക പ്രക്രിയകളും താരതമ്യം ചെയ്ത് സാമാന്യവൽക്കരിക്കുന്നത് അശാസ്ത്രീയമാണെന്നതാണ് ഒന്നാമത്തെ പരിമിതി എന്ന് പറയുന്നത്. ഇനി ജന്തുക്കളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ മുഴുവനും വളരെയധികം നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത് അല്ലേ. ഒരു ഫോർമലായിട്ടുള്ളൊരു സിറ്റുവേഷനകത്ത് കൊണ്ടുവന്നിട്ടാണ്, അതായത് സ്വാഭാവികമായിട്ടുള്ളൊരു സിറ്റുവേഷനകത്തല്ല അവിടെ പഠനം നടത്തിയിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ടും അശാസ്ത്രീയമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജന്തുക്കളെ ഉപയോഗിച്ച് പരീക്ഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചരങ്ങളെ, വേരിയബിൾസിനെ നമുക്ക് നിയന്ത്രിക്കാൻ എളുപ്പമാണ് എന്നും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മനുഷ്യരിലെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വ്യവഹാരവാദത്തിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുക പരിമിതികൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്നൊക്കെ പഠിക്കാനുണ്ട്, വൈജ്ഞാനിക നിർമ്മിതി വാദം എന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയാണ് വ്യവഹാരവാദത്തിനകത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.